നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സെലിബ്രിറ്റീസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് റേഞ്ച് റോവർ സ്പോർട്ടോ വോഗോ ഒന്നുമല്ല, നമ്മൾ ഈ കാണുന്ന ലെക്സസിൻ്റെ LM350H എന്ന മോഡലാണ്. മോളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ തൊട്ട് താഴെ നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിൽ വരെയുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട വാഹനമാണ്. എല്ലാവരും ഈ വാഹനം വാങ്ങിച്ചിട്ടുമുണ്ട്. 3,40,00,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ 4 സീറ്റർ വാഹനമാണ്. 4 സീറ്ററാണ് സെലിബ്രിറ്റീസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീറ്റ് കോൺഫിഗറേഷൻ. കാരണം പിൻഭാഗത്താകെ 2 സീറ്റേ ഉള്ളൂ, പക്ഷേ അത് അൾട്രാ ലക്ഷറിയസ് ആണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറുന്ന പോലെ അത്രയും സുഖകരമായ യാത്രയാണ് സമ്മാനിക്കുന്നത്. എന്ന് തന്നെയല്ല, അമ്പരപ്പിക്കുന്ന ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിലുള്ളത്. ഇതിപ്പോൾ 2023 ഈ ഒരു മോഡൽ വിപണിയിലെത്തിയത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് കുറച്ച് മാറ്റങ്ങൾ. അതിൽ പ്രധാനമായിട്ടും സ്വിച്ചുകളുടെയൊക്കെ പൊസിഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ E20 ഫ്യൂവൽ കോമ്പാറ്റബിൾ ആണ്. ഇപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നിറം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം ഗംഭീരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിൻ്റെ ഒരു ബേസ് വാഹനം എന്ന് പറയുന്നത് ടൊയോട്ട വെൽഫെയർ തന്നെയാണ്. ടൊയോട്ട വെൽഫെയറാണ് ലെക്സസ് എടുത്തിട്ട് ഈ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുന്നത്. പക്ഷേ വെൽഫെയറുമായിട്ടൊന്നും യാതൊരു സാമ്യവും ഇല്ലാത്ത രീതിയിലുള്ള ലക്ഷറിയും ഫീച്ചേഴ്സുമാണ് LM350H ഉള്ളത്. H എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമാണെന്നുള്ള കാര്യം കൂടിയാണ്. ഇത് സ്റ്റാർട്ടായി കിടന്നാലൊന്നും അറിയുകയില്ല. അത്രയും സ്മൂത്തും അത്രയധികം എന്താ പറയുക ശബ്ദരഹിതവുമാണ് ഈ വാഹനം. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിലിരിക്കുമ്പോൾ യാതൊരു അനക്കവും ഉണ്ടാകില്ല. മറ്റൊരു കാര്യമുള്ളത്, ഇതെല്ലാ തരത്തിലുള്ള ഷോഫർ ഡ്രിവൺ വാഹനമാണെന്നുള്ള കാര്യമാണ്. ഡ്രൈവർക്ക് കാര്യമായ രീതിയിലുള്ള കംഫർട്ട് അല്ല കൊടുത്തിരിക്കുന്നത്. അതിന് പകരം എല്ലാ കാര്യങ്ങളും പിൻഭാഗത്തിരിക്കുന്ന മുതലാളിക്ക് അല്ലെങ്കിൽ പിൻഭാഗത്തിരിക്കാൻ പോകുന്ന സെലിബ്രിറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ എക്സ്റ്റീരിയർ അല്ല. സാധാരണ നമ്മൾ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ തുടങ്ങിയ ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇതങ്ങനെയല്ല. നമുക്ക് ആദ്യം ഇൻറ്റീരിയർ കണ്ടാൽ തുടങ്ങാം. ഇൻറ്റീരിയർ കണ്ടത് ഞെട്ടിയിട്ട് നമുക്ക് എക്സ്റ്റീരിയർ കണ്ട് ഒരല്പം കുറച്ച് ഞെട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഡോർ ഓപ്പൺ ചെയ്യാം. അതായത് ചെറുതായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം തുറക്കുകയാണ്. അതോടൊപ്പം തന്നെ താഴെ ഫുഡ് സ്റ്റെപ്പും തുറന്നു വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ വളരെ ആയാസരഹിതമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതാ ആകെ 2 സീറ്റുകൾ. അതായത് ശരിക്കും നമ്മളൊരു പ്രൈവറ്റ് ജെറ്റിലിരിക്കുന്ന അതേ ഒരു അനുഭവമാണ് കിട്ടുക. അപ്പോൾ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസ് ഈ വാഹനം സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഇരിപ്പ് കണ്ടാൽ മതി. നമ്മൾ സെലിബ്രിറ്റിയായിട്ട് സ്വയം തോന്നുന്ന രീതിയിലുള്ള ഇരിപ്പാണ് നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 2 സീറ്റുകളേ ഉള്ളൂ. 2 സീറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസാണ്. അത് ബൂട്ട് സ്പേസ് ആയാലും അല്ലാതെയും അങ്ങനെ തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈവസിയാണ്. പ്രൈവസി എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത് ഡ്രൈവർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നടുവിലുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോണിൽ സംസാരിച്ചാലോ അല്ലെങ്കിൽ പാട്ട് വെച്ചാലോ ഒന്നും മുൻഭാഗത്തെ ക്യാബിനിലേക്ക് വരികയില്ല. അതിനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒന്ന് അക്കോസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സൊക്കെ ടഫൻഡെന്ന് മാത്രമല്ല, ഇതൊക്കെ 2 ലെയറുള്ള ഗ്ലാസ്സുകളാണ്. നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 2 ലെയറുള്ള ഗ്ലാസ് അത്രയധികം നോയ്സ് ഇൻസുലേഷൻ തരുന്നുണ്ട്. കൂടാതെ നമ്മൾ ടയർ ഉരയുന്ന ശബ്ദം പോലും ഉൾഭാഗത്തേക്ക് കയറാത്ത രീതിയിലുള്ള ആ ഒരു ഇൻസുലേഷൻ കിട്ടുന്നുണ്ട്. എന്തിന് നമ്മളിപ്പോൾ ഇതിൻ്റെ അതിരിക്കുമ്പോൾ നമ്മളിപ്പോൾ AC ഓൺ ചെയ്തിരിക്കട്ടെ. AC ഓൺ ചെയ്യുമ്പോൾ പലപ്പോഴും നല്ല ചൂടാണെങ്കിൽ പോലും നമുക്ക് AC-യുടെ ഫാനിൻ്റെ ബ്ലോവറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇത്തിരി അരോചകമായിട്ട് തോന്നുമ്പോൾ നമ്മളത് ഒന്ന് കുറയ്ക്കും, ചൂട് കൂടുതലാണെങ്കിൽ പോലും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതിനകത്ത് അവർ പറയുന്നത് എയർ ഷവർ എന്നാണ്. അതായത് ഒരു നല്ല ഭംഗിയുള്ള വളരെ വില കൂടിയ ഒരു ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന പോലെ അത്രയും സ്മൂത്തായിട്ടായിരിക്കും ഇതിൻ്റെ നമ്മൾ എത്ര ഫാനിൻ്റെ സ്പീഡ് എത്ര കൂട്ടിയാലും അതിൽ നിന്നുള്ള ഒരു കാറ്റ് വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് പോലും നമ്മൾ അലോസരപ്പെടുത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സീറ്റിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലതരത്തിലുണ്ട്. അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ഫ്ലാറ്റ് ബെഡാക്കാം. ഫുൾ ഫ്ലാറ്റാക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് യാത്ര ചെയ്യാം. അമ്മേ മഹാമേ, ഇതിൽ കിടന്ന് ഉറക്കം വരും, അത് കുഴപ്പം. പിന്നെ ഇതാ കാലും ഉയർന്നു വരുന്നു സുഖമായിട്ട്. അങ്ങനെ നമുക്കൊരു ഫുൾ ഫ്ലാറ്റ് ബെഡിൻ്റെ ഒരു പൊസിഷൻ കണ്ടെത്തി സുഖമായി കിടക്കാം. പിന്നെ എല്ലാ തരത്തിലും നമുക്ക് സീറ്റിൻ്റെ വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാനായിട്ടാണ് ഇവിടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ സൈഡിൽ ഉള്ള ഗ്ലാസ് നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ പൊസിഷനാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോഴേക്കും അത് രണ്ടും അങ്ങനെ ഉയർത്തുന്നു. ഇതുകൂടാതെ പൂർണ്ണമായും പ്രൈവസിക്ക് വേണ്ടി ഇവിടേക്ക് ഓരോ സാധനങ്ങൾ ഇറങ്ങി വരുന്നു. അതായത് സൺഷെയ്ഡുകളാണ്.
അതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം. അത് ഈ രണ്ട് സൈഡിലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ഇൻസുലേറ്റഡ് ക്യാബിൻ, അത് ശബ്ദത്തിൻ്റെ കാര്യത്തിലായാലും വെളിച്ചത്തിൻ്റെ കാര്യത്തിലായാലും ഇൻസുലേറ്റഡ് ആകുന്നു പൂർണ്ണമായിട്ടും ക്യാബിൻ. അപ്പോൾ എന്നിട്ടും പിന്നെ കുറച്ച് വെളിച്ചം അകത്തേക്ക് വരുന്നു. അത് ഈ ഒരു സൺറൂഫാണ്. സൺറൂഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പെയിൻ രണ്ടെണ്ണം രണ്ട് സൈഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കിതാ അവിടെ അത് ക്ലോസ് ചെയ്യുന്നു, ഇവിടെ ഇതും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും നമ്മൾ ബാഹ്യ ലോകത്തു നിന്നും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ സെലിബ്രിറ്റീസ് എപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം കൂട്ടത്തിലിപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫഹദ് ഫാസിലാണെങ്കിൽ ബൈക്കിലൊക്കെ ആൾക്കാർ കൂടെ വന്നിട്ട് കൈ കാണിക്കാൻ ശ്രമിക്കും. ഇതിപ്പം ഫഹദ് ഫാസിലാണോ അതോ നസ്രിയാണോ ആരാണെന്നൊന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പ്രത്യേകത. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സാധനം എടുക്കുന്നത് ശ്യാം പറയുന്നു ലൈറ്റ് പോരാ. നോക്കിയാൽ നമുക്കപ്പം റൂഫ് ഷെയ്ഡ് ഒന്ന് തുറക്കാം. ആബ്സെൻറ്റ് ലൈറ്റ് ആയല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മുടെ മുന്നിലൊരു ഡ്രൈവറിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പാസഞ്ചർ ക്യാബിൻ്റെ ഇടയ്ക്കുള്ള ഗ്ലാസ് ഏരിയ തുറന്നിട്ടാണ് ഇപ്പം ശ്യാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. എനിക്കും വേണ്ട പ്രൈവസി. കഴിഞ്ഞു. അതോടുകൂടി ശ്യാമിന് എന്നെ കാണാനോ ഒന്നും പറ്റില്ല. അതൊക്കെ ആണെങ്കിലും ആ ഒരു പഫ്ഡ് ഗ്ലാസ് ആയതുകൊണ്ട് ഒരു സംഭവം നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഉള്ളത് എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്കിവിടെ 2 ടാബുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 ടാബുകളിലും നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം ഓഡിയോ, ക്ലൈമറ്റ് കൺട്രോൾ, ലൈറ്റ്, ഷെയ്ഡ്, സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം നമുക്ക് ഇതിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ അകത്തൊരു കിഡിലൻ മ്യൂസിക് സിസ്റ്റമാണ്. അതായത് വേണം ഞെട്ടാൻ തയ്യാറായിരിക്കും. 23 സ്പീക്കറിൻ്റെ മാർക്ക് ആൻഡ് ലെവിൻസിൻ്റെ ഒരു കിഡിലൻ മ്യൂസിക് സിസ്റ്റമാണ്. ഇതിനകത്ത് 7 സീറ്ററുണ്ട്. 7 സീറ്റർ കോൺഫിഗറേഷനുള്ള മോഡൽ 21 സ്പീക്കറുള്ളൂ. പക്ഷേ ഇത് 23 സ്പീക്കറുണ്ട്. 7 സീറ്ററുമായിട്ടുള്ള മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഇപ്പോൾ സീറ്റിൻ്റെ നീളം, സീറ്റിൻ്റെ വീതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു 4 സീറ്ററിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നത് ഇതിനകത്താണ്. ഇനി പറയേണ്ടത് വലിയ സ്ക്രീനാണ്. 48 ഇഞ്ചിൻ്റെ വളരെ വൈഡായിട്ടുള്ള സ്ക്രീനാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ പിക്സൽ എന്ന് പറയുന്നത് 3840x1080 പിക്സൽ റെസൊല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ് തരുന്ന സംഭവമാണ്. മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് രണ്ടായിട്ട് ഡ്യുവൽ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ പിൻഭാഗത്തിരിക്കുന്ന 2 മുതലാളിമാരുണ്ടെന്നിരിക്കട്ടെ, ഒരാൾക്ക് ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കാണേണ്ടത്. ഈ സൈഡിലിരിക്കുന്ന ആൾക്ക് വാഴ 2 കാണണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് അങ്ങനെ ഡ്യുവലായിട്ടുള്ള സ്ക്രീനിൻ്റെ ഇത് കിട്ടുന്നത് മാത്രമല്ല, അങ്ങനെ സൗണ്ട് പോലും, സ്പീക്കറിലെ സൗണ്ട് പോലും 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് കേൾക്കാവുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യം. 4 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. അതായത് ഓരോരുത്തർക്കും വേണ്ട തണുപ്പ് ചൂട് എന്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് അതനുസരിച്ച് AC വെൻറ്റിൽ നിന്ന് അതായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ 4 സോൺ എന്ന് പറഞ്ഞാൽ പക്ക 4 സോണാണ് ആ കാര്യത്തിൽ. ഇനി ഇവിടേക്ക് വരുമ്പോൾ പല കാര്യങ്ങളുമുണ്ട്. ഇത് ഒരു ഫ്രിഡ്ജാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സൂക്ഷിക്കാം. അപ്പം ഈ ഇവിടുത്തെ ലെക്സസിൻ്റെ ഹെഡായ ജോ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബാഗൊക്കെ സൂക്ഷിക്കാമെന്ന് മാത്രമല്ല, വേണേൽ കാല് അതിൽ കയറ്റി വെക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെയൊക്കെ AC വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് അങ്ങനെ ബാഗൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന സംവിധാനം. ഇതാണ് നമ്മൾ പറഞ്ഞ പാർട്ടീഷൻ നമുക്ക് ഉയർത്തി വയ്ക്കാനായിട്ട് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കാണാവുന്ന രീതിയിലാക്കാം. പക്ഷേ ഇത് വേണം നമുക്ക് ഡിം ചെയ്യാം. ഡിം ചെയ്ത് മുൻഭാഗത്തേക്ക് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു എഫക്റ്റും ആ ഗ്ലാസ്സിന് കൊടുക്കാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടും മുന്നിലേക്കുള്ള കാഴ്ച പോലും കാണാതെ നമുക്കൊരു ഫുൾ ഒരു ഹോം തിയേറ്ററിൻ്റെ അകത്തിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്ക് ആൻഡ് ലെവിൻസിൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണാം. അതിലൊക്കെ സ്പീക്കേഴ്സാണ്. അത് ഇവിടെ സ്പീക്കർ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. കൂടാതെ ഇതെല്ലാം ഫുൾ ലെതറാണ്. ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊന്നും യാതൊരു പിശുക്കേണ്ട കാര്യമില്ല. 3,40 ലക്ഷം രൂപ വാങ്ങിക്കുന്നതാണല്ലോ. ഇനി മേൽഭാഗത്തേക്ക് നോക്കുമ്പോഴും തലയ്ക്ക് മേലെ ശൂന്യാകാശം മാത്രമല്ല, നല്ല ഭംഗിയുള്ള എലമെൻസ് ഒക്കെ ഉണ്ട്. ഇത് വുഡ് ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ആ സ്കെയിലിൽ കാണാൻ സാധിക്കും. മേൽഭാഗത്ത് ഈ നെടുനീളത്തിലൊക്കെ AC വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് ചില സ്വിച്ചുകൾ. നമ്മളിപ്പോൾ നേരത്തെ ഈ മേളിലെ സൺഷെയ്ഡ് തുറക്കുന്ന അടയ്ക്കുന്നൊക്കെ സ്വിച്ച് കണ്ടത് ഇവിടെയാണ്. ഇതിന് ആംബിയൻ കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലൈറ്റിൻ്റെ സ്വിച്ചുകളുമൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ സൺഗ്ലാസ് ഹോൾഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മേൽഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സീറ്റിൻ്റെ കംഫർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണെന്ന് മാത്രമല്ല, വളരെ ചെറിയ പോക്കറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റിൽ നിങ്ങൾ ഏറ്റവും മുന്നിലെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നത് ഇങ്ങനെ ഒരു സാധനം തുറന്നിട്ടാണല്ലോ, അത് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പിസയൊക്കെ കഴിക്കാനുള്ള സാധ്യതയും അങ്ങനെയുണ്ട്. വളരെ സ്മൂത്തായിട്ട് അതൊക്കെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ കപ്പ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് കയറിയാൽ പിന്നെ എങ്ങും ഇറങ്ങണ്ട, സുഖമായിട്ട് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറിയെന്ന് തോന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതേപടി ഇരുന്നിട്ട് ഭാര്യ മാത്രമേ ഉള്ളൂ, ഇല്ല അത് ഭാര്യയും കൂടെ കയറ്റി ആ സീറ്റിലിരുന്നാൽ എല്ലാം ആയിരിക്കണോ എന്ന് പറയാം. ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്നൊരു സ്ഥലം കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെയുണ്ട് വലിയൊരു പോക്കറ്റ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇവിടെ ധാരാളം ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. HDMI കേബിളിൻ്റെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റ്, അതിൽ നമുക്ക് മൊബൈൽ ഒക്കെ സൂക്ഷിക്കാം. ഈ ഒരു ട്രേ നമുക്ക് ഇങ്ങനെ നീക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് അനങ്ങണ്ട, ഈ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ അങ്ങ് യാത്ര ചെയ്യാവുന്നുള്ളൂ. മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈ എവിടെ എത്തുന്നോ അവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് നമുക്ക് ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സ്വിച്ചുകൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ പേരെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ട്, ലൈറ്റുകളും കാര്യങ്ങളും. ഇനിയുണ്ട് കേട്ടോ, മേൽഭാഗത്തും ഉണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വാനിറ്റി മിററാണ് കൊടുത്തിരിക്കുന്നത്. മുതലാളിമാർക്ക് സുഖമായിട്ട് മുഖമൊക്കെ കണ്ട് നോക്കി യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെയും ഉണ്ട് സ്പീക്കറിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ അവിടെയും കൊടുത്തിരിക്കുന്നു. എന്തായാലും വളരെ വലിയ വിശാലമായ ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സാധനം ഉയർത്തുമ്പോഴാണ് മനസ്സിലാവുക, ഇത്രയും വിശാലമായ ഗ്ലാസ് ഏരിയ. അതോടൊപ്പം തന്നെ കോർണർ ഗ്ലാസിൻ്റെ ആ ഒരു എന്താ പറയുക പ്രയോജനവും ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലങ്ങൾ കണ്ട് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷൻ ഗംഭീരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 4 സീറ്റർ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. 7 സീറ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കുറവെന്ന് പറയാൻ, ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ കൂടുതൽ കുടുംബാംഗങ്ങളുള്ള വീടുകളിലൊക്കെ ഇപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു 7 സീറ്റർ ആയിരിക്കാം. അതിൻ്റെ വില എന്ന് പറയുന്നത് 2,70,000 രൂപയാണ്. ഇതിന് 2 ലക്ഷത്തി നമ്മളത് പറഞ്ഞ് ശീലിച്ചിട്ടില്ല, 2,70,00,000 രൂപ. ഇത് 3,40,00,000 രൂപയാണ്. ആ വ്യത്യാസമുണ്ട്. സാധാരണ ഇതിൽ സീറ്റ് കൂടുമ്പോൾ വില കൂടുകയാണ് ചെയ്യുന്നത്. ലെക്സസിൻ്റെ കാര്യത്തിൽ സീറ്റ് കൂടിയപ്പോൾ വില സീറ്റ് കൂടുമ്പോൾ വില കുറഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ മറ്റൊരു സ്റ്റോറേജ് സ്പേസ് ഞാൻ പോകാൻ നേരത്തെ കേട്ടോ, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെയും ഇഷ്ടം പോലെ സ്പേസാണ്. അങ്ങനെ നോക്കുമ്പോൾ അതും എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ മറ്റൊരു സംഭവമുണ്ട്. അതാണിത്. ഇവിടെ നിങ്ങൾക്ക് കുട സൂക്ഷിക്കാവുന്ന സ്ഥലമാണ്. എന്ന് മാത്രമല്ല, കുടയിലെ വെള്ളം ഇവിടെ വന്ന് വീണ് അത് താഴേക്ക് അങ്ങ് പോകും. അതായത് കെട്ടിക്കിടക്കുകയൊന്നുമില്ല, അങ്ങനെ പോകും. അപ്പോൾ ഈ ജാപ്പനീസ് വാഹനമാണുള്ളത് ബേസിക്കലി. അപ്പോൾ ജപ്പാനിൽ എപ്പോഴും മഴ പെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട എത്രത്തോളം തോട്ട്ഫുള്ളിയാണ് ഓരോരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമുക്ക് ലെക്സസിനെ സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ വീണ്ടും ഇത് അടച്ചുകൊണ്ട് നമുക്കിനി ഡ്രൈവർ സീറ്റ് ഒന്ന് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തെപ്പറ്റി കൂടുതലൊക്കെ പറയണമെങ്കിൽ എനിക്കൊരു 10 ദിവസത്തേക്ക് ഈ വാഹനം ലെക്സസ് തരേണ്ടതായിരുന്നു. അതെന്തായാലും തരാനുള്ള സാധ്യതയില്ല. തന്നെയല്ല, 3,40,00,000 രൂപയുടെ വാഹനം ഞാൻ ഒരു കാലത്തും വാങ്ങിക്കാനുള്ള സാധ്യതയും ഇല്ല. ഉണ്ടെങ്കിൽ പോലും വാങ്ങിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ പഠിച്ച് പറയാൻ സമയം വേണ്ടി വരും. എന്തായാലും നമ്മൾ എന്താണോ പിൻഭാഗത്ത് കണ്ടത് അതേപോലെ തന്നെ മനോഹരവും പ്രൗഢവുമായ ഭാഗം തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാബിനിലും കാണാൻ പറ്റുന്നത്. അവിടെ നമ്മൾ കണ്ട അതേ ബീച്ച് കളറും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു കോപ്പർ ഫിനിഷും ഒക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഈ ഒരു വുഡ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ നമുക്ക് ഈ മുൻഭാഗത്തിരുന്ന് ഓടിക്കുമ്പോൾ അത്രയും നീളത്തിൽ മുൻഭാഗത്തേക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ പോലും ഒട്ടും തന്നെ എന്താ പറയണ്ടേ, നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യൂവിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ വരുന്നില്ല. വളരെ വിശാലമായ ഒരു കോർണർ ഗ്ലാസ്സാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ല ഈ ഒരു വാഹനത്തിൽ. അപ്പോൾ ഇതിലും പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത് ഈ ഒരു വലിയ 14.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെയൊക്കെ കുറച്ച് റോട്ടറി സ്വിച്ചുകളുണ്ട്. ബാക്കിയെല്ലാം തന്നെ സ്ക്രീനിലാണ് ഒതുക്കിയിരിക്കുന്നത്. സ്ക്രീനിലാണ് നമ്മളെല്ലാം പ്രവർത്തിപ്പിക്കേണ്ടത്. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം ഇതിൻ്റെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് പോട്ടെ, എവിടെയാണ് ഈ ഒരു ലോഗോയിലേക്ക് പോകുമ്പോൾ കാറിൻ്റെ മോഡുകളിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ, നോർമൽ, സ്പോർട്ട്, ഇക്കോ, റിയർ കംഫർട്ട്, കസ്റ്റം, ഇത്രയും മോഡാണ് കാണുന്നത്. ഇത് നമ്മൾ അധികം കാണാത്തൊരു മോഡാണ്. ഇതിൻ്റെ സംഭവിച്ചാൽ ഈ ഒരു മോഡിലേക്ക് നമ്മൾ മാറ്റി കഴിയുമ്പോൾ പിൻഭാഗത്തെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക സോഫ്റ്റ് ആകുന്നു, മുൻഭാഗത്തെ സസ്പെൻഷൻ ഹാർഡാകുന്നു. എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത് ഓടിക്കുന്ന ആൾക്ക് അത്രയും മികച്ച ഒരു സസ്പെൻഷൻ സെറ്റിങ്സ് അല്ല കിട്ടുന്നെങ്കിലും പിൻഭാഗത്തിരുന്ന ആൾ ഒന്നും അറിയാത്തുള്ളൂ അത്രയും ഗംഭീരമായ സസ്പെൻഷൻ കിട്ടുന്നു. അതോടൊപ്പം തന്നെ ബ്രേക്ക് ചെയ്താൽ പോലും നമ്മൾ പിൻഭാഗത്തിരിക്കുന്നയാൾ ഒട്ടും അറിയാത്ത രീതിയിലുള്ള ബ്രേക്കിംഗ് ആകുന്നു. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അപ്പോൾ ബോഡി റോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഇതിലില്ല. അപ്പോൾ ഇത് ഒട്ടും തന്നെ ഒരു തരത്തിലും പിന്നിലിരിക്കുന്ന ആൾക്ക് ഒരു അലവസരം ഉണ്ടാകാത്ത രീതിയിലുള്ള കംഫർട്ട് ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു റിയർ കംഫർട്ട് എന്ന് പറയുന്ന ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവിംഗ് അസിസ്റ്റിലേക്ക് വരുമ്പോൾ അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിലുള്ളത്. ഈവൻ നമ്മൾ ഇതിൽ നിന്നും നമ്മൾ വാഹനം നിർത്തി ഇറങ്ങുമ്പോൾ പോലും നമുക്ക് അലേർട്ട് കിട്ടുന്നു, ഏതെങ്കിലും വാഹനം വരുന്നുണ്ടെങ്കിൽ. അതാണ് ഈ സേഫ് എക്സിസ്റ്റ് അസിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 360 ഡിഗ്രി
ക്യാമറ കൊടുത്തിരിക്കുന്നു. ഇതാ എല്ലാ തരത്തിലും ഉള്ള സംഭവങ്ങളൊക്കെ അതിലും വരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം പക്കയാണ്. പിന്നെ ഫ്രണ്ട് സീറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്, വെൻറ്റിലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യമുള്ളത്, ഈ ഒരു 4 സീറ്ററിൽ നടുവിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത് സ്ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മാക്സിമം സ്ലാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സ്ലാൻഡാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വെൻറ്റിലേറ്റഡ് സീറ്റും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർക്ക് വേണമെങ്കിൽ ഡ്രൈവറുടെ പല സ്വിച്ചുകളും, അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേണം നമുക്ക് ബ്ലോക്ക് ചെയ്യാം പിൻഭാഗത്തിരുന്നുണ്ട്. അതിനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് വലിയ കളിയൊന്നും കളിക്കാൻ പറ്റില്ല. ഇവിടെ ഡ്രൈവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് നമ്മളിപ്പോൾ ഡ്രൈവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇത് എന്താ മുതലാളി, ചായ വേണം മുതലാളി എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷേ മുതലാളിക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഈ ഗ്ലാസ് ഡ്രൈവർക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ ഉള്ള സംവിധാനമുണ്ട്. അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെയൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മനോഹരമായ ഗിയർ സെലക്ടർ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ പാർക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് പറയും, EV മോഡ്. കുറേയൊക്കെ നമ്മൾ ബാറ്ററി ചാർജ് ആണെങ്കിലും EV മോഡിൽ പോകും. സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അത് ട്രാക്ഷൻ കൺട്രോൾ, ഓഫ്, ഓൺ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓൺ ചെയ്തു അമ്മേ. ഇവിടെയും ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നല്ല ഡീപ്പായിട്ട്. ഇവിടെയും ചാർജിങ് പോർട്ടുകൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതേതായാലും ഗംഭീരമായിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഇവിടെ എത്ര മൊബൈൽ ഫോൺസും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർക്ക് എന്തായാലും സൺറൂഫ് അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ മ്യൂസിക് സിസ്റ്റമൊക്കെ ആസ്വദിച്ച് ഓടിച്ചു പോകാവുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറയാനുള്ളൂ. അതുപോലെ ഈ ഭാഗത്ത് സാധാരണ നമ്മൾ EVകൾ കാണുന്ന പോലെ ഉള്ള ഇവിടെ സ്പേസ് കൊടുത്തിട്ടില്ല. അത് ക്ലോസ്ഡ് ആയിട്ട് തന്നെയാണ് കൺസോളിൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നത്. ഈ AC വെൻ്റ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്നു. അത് മേൽഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അത്ര വലിയ ബോട്ടിലൊന്നും വയ്ക്കാൻ പറ്റില്ല, 1-2 ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം. പക്ഷേ നല്ലൊരു ആംബ്രസ്റ്റും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ ഡോർ ഓപ്പണിങ്ങിൻ്റെ ഹാൻഡിൽ. അത് പക്ഷേ വളരെ രസമാണ്. ഇവിടെ നോക്കി കാണിച്ചത്, ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, തുറന്നു കഴിഞ്ഞു. അല്ലാതെ പിടിച്ച് വലിക്കലും ബഹളമൊന്നും വേണ്ട. അതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ പക്ക ലെക്സസിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്താണോ അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റേതായ ഒരു എലഗൻസ് അതിനുണ്ട്. കൂടാതെ ഇവിടെ 12.3 ഇഞ്ചിൻ്റെ വലിയൊരു മീറ്റർ കൺസോൾ ഉണ്ട്. അതിൽ ധാരാളം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ആവറേജ് ഉണ്ടോ 17.7 ആണ് മൈലേജ് കിട്ടിയിരിക്കുന്നത്, സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട്. അപ്പം ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഗുണം അതാണല്ലോ, നമ്മൾ ലെക്സസ് അല്ലെങ്കിൽ ടൊയോട്ട വാഹനങ്ങളാകുമ്പോൾ ആദ്യം കുറച്ച് പൈസ വാങ്ങിക്കുമെങ്കിലും പിന്നീട് സർവീസ് കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും കുറവൊന്നുമില്ല. ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം സ്വിച്ചുകൾ ഇവിടെ കാണാം. അത് അഡാസിൻ്റെ ഫീച്ചേഴ്സിൻ്റെയും ക്രൂയിസ് കൺട്രോളിൻ്റെയും അതുപോലെ വോളിയം കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിൻഭാഗത്തെ സ്ലൈഡിംഗ് ഡോറിൻ്റെ ഓപ്പൺ ക്ലോസ് അത്തരം കാര്യങ്ങൾ, പിന്നെ ഈ ഒരു ട്രിപ്പ് മീറ്ററിൻ്റെയൊക്കെ സ്വിച്ചുകൾ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് സീറ്റിൻ്റെ മെമ്മറി സ്വിച്ചുകൾ സെറ്റിങ്സൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ഡോർ ഓഫ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളും അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ഇവിടെ ബാക്കി സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടല്ലോ, ഇത്രയും വിശാലമായ 1.5 ഏക്കർ സ്ഥലം മുൻഭാഗത്ത് കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ അലോസരപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാം. ഇവിടെ റിയർ വ്യൂ മിററിലും ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നല്ല രസമുള്ള വിഷ്വലൊക്കെ അവിടെ കാണാം. അതുപോലെ പിൻഭാഗത്തെ സ്ലൈഡിംഗ് ഡോറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. മേൽഭാഗത്തെ ഈവൻ ഓഫ് ഷെയ്ഡ് പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണ്. സൈഡ് ഷെയ്ഡിൻ്റെയും ഇവിടെ ഇരുന്നുകൊണ്ട് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ എന്തായാലും തകർപ്പൻ വാഹനം. ഈ സെലിബ്രിറ്റീസ് വാങ്ങിക്കുന്നതിൽ ആരും അത്ഭുതവുമില്ല എന്ന് നമുക്ക് തോന്നും. ആ രീതിയിൽ ഫീച്ചർ റിച്ച് ആയിട്ടാണ് വാഹനം വന്നിരിക്കുന്നത്. ഇതുകൂടെ കണ്ട് അവസാനിപ്പിക്കുക അല്ലേ. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഗംഭീരം തന്നെ തകർത്തു. അപ്പോൾ നമ്മളങ്ങനെ ഉൾഭാഗത്തെ കംഫർട്ടിൽ നിന്നും വെയിലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുതലാളിമാർ വെയിൽ കൊള്ളാത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ അകത്തിരിക്കുമ്പോഴാണ്. ഒരിക്കലും വെളി ഇറങ്ങാൻ തോന്നില്ല, അത്രയധികം കംഫർട്ടബിളാണ്. എന്തായാലും മുൻഭാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് പെട്ടെന്ന് കണ്ട് അവസാനിപ്പിക്കാം. 5125 മില്ലിമീറ്റർ നീളമുള്ള ഒരു വമ്പൻ വാഹനമാണിത്. 5 മീറ്ററിൽ കൂടുതൽ നീളം, 3000 മില്ലിമീറ്റർ, അതായത് 3 മീറ്റർ വീൽ ബേസുമുണ്ട്. എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ സ്പേസ് എത്രയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ.
അതുപോലെ 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. മോശമല്ല. പക്ഷേ എൻ്റെ സസ്പെൻഷൻ അത്രയും ഗംഭീരമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അടി തട്ടുമെന്ന്. ബമ്പൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരിക്കലും അടി തട്ടാനുള്ള സാധ്യത പോലുമില്ല. മുൻഭാഗം എന്താണ് വെൽഫെയറിൻ്റെ ഒരു ബേസിക് രൂപം ഉണ്ടെങ്കിൽ പോലും പാടെ മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സ്പിൻഡിൽ ഗ്രില്ല് എന്ന് പറയുന്ന സംഭവം അങ്ങനെ അങ്ങ് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ് മുൻഭാഗത്ത്. ഈ ഒരു നിറവും നല്ല ഭംഗിയായിട്ടുണ്ട്. ലൈറ്റിൻ്റെ എലമെൻസൊക്കെ ആണെങ്കിലും അതിഗംഭീരം. 3 പോട്ട് ഒരു ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മനോഹരമായ ഡേറ്റ റണ്ണിങ് ലാമ്പ്, എല്ലാം LED ലൈറ്റിങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ക്രിസ്റ്റൽ ലൈക്ക് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ സെൻസേഴ്സൊക്കെയാണ് താഴെ കാണുന്നത്. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു മുൻഭാഗത്തിൻ്റെ വൃത്തികേട് ഒട്ടും തോന്നുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഗുണം. അല്ലെങ്കിൽ ഇതിങ്ങനെ മുൻഭാഗം അങ്ങനെ വലിയ ഒരു സംഭവമാണ് നിൽക്കേണ്ടതായിരുന്നെങ്കിൽ അത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ടൊക്കെ ആണെങ്കിലും സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ഈ കട്ടുകളും ഗ്രീസുകളും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു ബോണറ്റ് ഭാഗമാണുള്ളത്. അത് ഈ കെയ്ക്ക എന്നൊക്കെ പറയുന്ന ജാപ്പനീസ് ഒരു രീതിയാണ്, ഡിസൈൻ രീതിയാണ്. ഉൾഭാഗത്തേക്ക് മാക്സിമം സ്പേസ് ഈ മുൻഭാഗമൊക്കെ ഒന്ന് അല്പം ചെറുതാക്കുന്നു. അതാണ് ഈ കാണുന്നത്. പക്ഷേ അതിലും വലിയ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെക്സസിൻ്റെ ലോഗോ ഈ ഭാഗത്തും കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ വെൽഫെയറിനേക്കാളും കുറച്ചുകൂടി ഒരു ഗുമ്മുള്ള രൂപം എന്നാണ് പറയേണ്ടത്. ആ ഒരു ലക്ഷറി ഫീൽ തീർച്ചയായിട്ടും നമുക്ക് മുൻഭാഗത്ത് നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബോക്സി രൂപമാണ് തീർച്ചയായിട്ടും. പക്ഷേ ബോക്സി രൂപത്തിൻ്റെ വൃത്തിയോടെ മാറ്റാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. 19 ഇഞ്ച് ടയേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഫുൾ സ്റ്റീൽ ഫിനിഷാണ്. അതാണ് മറ്റൊരു ഭംഗി. സാധാരണ ബ്ലാക്ക് ഫിനിഷൂടെ വരുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഇത് ഫുൾ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഉൾഭാഗത്ത് വെച്ച് കണ്ട പോലെ വിശാലമായ കോർണർ ഗ്ലാസ്. ഇത്രയും വലിയ കോർണർ ഗ്ലാസ് ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായ കോർണർ ഗ്ലാസും വിശാലമായ ഗ്ലാസ് ഏരിയകളും എല്ലാം കൊടുത്തിരിക്കുന്നു. സൈഡിലൊക്കെ ഈ ഒരു വലിയ എന്താ പറയുക, ഈ ഒരു ബോഡി പാനലിനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില എലമെൻറ്റ്സ് ബോഡി ലൈനുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. താഴെയായിട്ടും ആ ഒരു സ്റ്റീൽ ഫിനിഷ് നീളുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് B പില്ലറിനും C പില്ലറിനും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് 4 സീറ്റർ ആണെങ്കിൽ പോലും ഇവിടെയും വളരെ വിശാലമായ ഒരു കോർണർ ഗ്ലാസ് പിൻഭാഗത്ത് കാണാം. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഉൾഭാഗത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. അകത്ത് എന്താണ് നടക്കുന്നത് അറിയാത്ത രീതിയിൽ നമുക്ക് ഫുൾ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു വിൻഡോ ലൈനൊക്കെ ആണെങ്കിലും സ്റ്റീൽ ഫിനിഷിൽ അങ്ങനെ പിൻഭാഗത്തേക്ക് വന്ന് ഇവിടെ അങ്ങനെ ചേരുകയാണ് ചെയ്യുന്നത്. പിൻഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെൽഫെയറിൻ്റെ കാര്യത്തിൽ ശരിക്കും ഒരു ബോക്സി സാധനമാണെങ്കിൽ അത് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു വൃത്തിയോടെ കട്ട് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സ്പോയിലറും സ്റ്റോപ്പ് ലാമ്പും അതുപോലെ തന്നെ D4 പോലുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വൈപ്പർ പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടില്ല. സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം ഇവിടെയുണ്ട്. പിന്നെ നീണ്ട LED സ്ട്രിപ്പ്, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പിൻഭാഗത്തിൻ്റെ ഈ ഒരു വലിപ്പം കട്ട് ചെയ്യുന്ന രീതിയിലുള്ള വിശാലമായ LED ലൈറ്റ്, ലെക്സസിൻ്റെ ലോഗോ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. എല്ലാം 350H ഓൾ വീൽ ഡ്രൈവ് എന്നുള്ള ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷുള്ള മറ്റൊരു ഭാഗവും ലോവർ ഭാഗവും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബൂട്ട് സ്പേസ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് അൺലോക്ക് ചെയ്യാം. അപ്പോൾ അൺലോക്കായി. എന്നിട്ട് ഈ സൈഡിലൊരു കുഞ്ഞ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ അദ്ദേഹം അങ്ങ് തുറക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വലിപ്പമുണ്ടല്ലോ, ഈ വലിപ്പം കാരണം തലക്കടി കൊണ്ട് ഡ്രൈവർ മരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത സംഭവമാണ്. ഇതാകുമ്പോൾ സൈഡിൽ നിന്നല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ വിശാലമായ ഒരു ആനയ്ക്ക് വേണമെങ്കിലും മഴയത്ത് താഴെ നനയാതെ നിൽക്കാൻ പറ്റുന്ന അത്രയും വിശാലമായ ബൂട്ട് ലിഡാണ്. അപ്പോൾ ഇതാണ് സ്പേസ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഈ 2 സീറ്റ് മാത്രം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ്. 7 സീറ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബൂട്ട് സ്പേസ് കുറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും അത് ഗംഭീരം. ഇനി ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ സൈഡിലുണ്ട് കേട്ടോ സ്വിച്ച്. ക്ഷമ മാറിയിരുന്നു, അവസാനം തലക്കടി കൊണ്ടെന്ന് പറയരുത്. ഇതാ അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വിശാലമായൊരു ബൂട്ട് ലിഡ് തുറക്കാൻ എത്രയും ഹെവി മോട്ടറായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ ആലോചിച്ചത്. അത് ഏതായാലും തർപ്പനായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലെക്സസ് 350 LM 350Hൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില വാഹനങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു കൊതി വരുമല്ലോ, അങ്ങനെ കൊതി വന്നൊരു വാഹനമാണ്. പക്ഷേ വെറുതെ കൊതിക്കാനേ പറ്റൂ എന്നുള്ളതുകൊണ്ട് തന്നെ വല്ലവരൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൊതിക്കാം എന്നല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫഹദ് ഫാസിലിനോടൊക്കെ ചോദിക്കാം ഒരു ദിവസം ഒന്ന് കയ്യിൽ കയറ്റിക്കൊണ്ട് പോകുമെന്ന്. കാരണം നമുക്ക് ആ പടം കിട്ടുന്ന 2-3 മണിക്കൂറാണല്ലോ. പക്ഷേ അവരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ലെക്സസിൻ്റെ LM 350H ഓടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഓടിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അതേ സംഭവമാണ്. അതായത് മുൻഭാഗത്തിരുന്ന് ഓടിക്കുമ്പോൾ വളരെ ചെറിയൊരു വാഹനം ഓടിക്കുന്ന ഫീലേ ഉള്ളൂ. പിൻഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദൈവമേ എൻ്റെ പിന്നിലുള്ള ഇത്രയും വലിയൊരു ലോകമാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അത്രയും സിമ്പിളാണ് ഓടിക്കുക. തന്നെയല്ല ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ
തുടക്കത്തിൽ ഇപ്പോൾ ഒന്നും സൗണ്ടേ ഇല്ല. എനിക്കൊന്ന് ഇ വിയിലാണത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇ വി മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇ വി മോഡ് അൺഅവൈലബിൾ കാരണം ബാറ്ററി ലോ എന്ന് പറയുന്നത്. പക്ഷേ ഇ വി മോഡ് അല്ലെങ്കിൽ പോലും നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ്റെ രീതികളാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൽ അല്പം കുറവാണല്ലോ കമ്പയർ ടു മറ്റ് എസ് യു വികൾ. അതുകൊണ്ട് നമ്മളൊന്ന് പതുക്കെ നിർത്തിയൊക്കെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സസ്പെൻഷൻ സെറ്റിങ്സ് എന്ന് പറയുന്നത് അങ്ങേയറ്റം സോഫ്റ്റാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന പോലെ, ഒരു ഷിപ്പിനകത്തൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അത്രയും സോഫ്റ്റാണ്. അതിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും. പക്ഷേ ബോഡി റോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് സസ്പെൻഷൻ സെറ്റിങ്സ് അങ്ങനെയാണ്. പിന്നെ സെൽഫ് ലെവലിംഗ് ഡാമ്പേഴ്സ് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ ബോഡി റോൾ നമുക്ക് അനുഭവപ്പെടുന്നേ ഇല്ല. എന്തായാലും സ്പോട്ടിലേക്കൊക്കെ ഒന്ന് മാറ്റി ഇട്ട് നോക്കാം. സ്പോട്ടിലേക്ക് മാറ്റിയിടുമ്പോൾ അപ്പോൾ ഒരു ഇത്തിരി ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് എഞ്ചിന്, ആ ഒരു മുരൾച്ചയൊക്കെ. പക്ഷേ ഇക്കോയിലോ നോർമലിലൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസും അതുപോലെ തന്നെ ആക്സിലറേഷനിലൊക്കെ കാര്യമായ മാറ്റം വരുന്നുണ്ട് നമ്മൾ ഓരോന്നും മാറ്റുമ്പോൾ. ഈ റിയർ കംഫർട്ടാണ് ഞാൻ പറഞ്ഞത്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് കൂടുതൽ കംഫർട്ട് ഇടുന്നു, മുൻഭാഗത്തെ സസ്പെൻഷൻ ഒന്ന് സ്റ്റിഫ് ആവുന്നു. ഇത് നമുക്ക് കസ്റ്റം ചെയ്യാൻ എങ്ങനെ വേണമെങ്കിലും. എന്തായാലും അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായ വാഹനമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ സ്വിച്ചുകളുടെ സ്ഥാനമൊക്കെ മാറിയിട്ടുണ്ട്. കൂടാതെ E20 ഫ്യൂവൽ കോമ്പാറ്റബിൾ ആയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും പിന്നെ സസ്പെൻഷനിൽ വീണ്ടും കാര്യമായ മാറ്റങ്ങളും ഒക്കെ വരുത്തിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഈ റോഡിൽ മൊത്തം ഈ എൽബോർഡുള്ള വണ്ടികളായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓടിക്കണം. അപ്പം ഞാനും നമ്മളും എല്ലാവരും പണ്ട് എല്ലായിരുന്നുകൊണ്ട് നമുക്ക് ഒരു ബഹുമാനം കൊടുത്തല്ലേ പറ്റൂ. പണ്ട് നമ്മളും ഇതുപോലെ നമ്മളെ പേടിച്ച് പലരും ഓടിച്ചിട്ടുണ്ടാകാം നമ്മളെല്ലാം ആയിരുന്ന കാലത്ത്. എല്ലിൽ നിന്ന് മാറി ഇപ്പോൾ ഇസഡിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മൾ എല്ലാവരെയും എന്തായാലും നമ്മൾ ഗൗനിച്ചേ പാടുള്ളൂ. അപ്പോൾ ഇതിൽ 2 ഈ മോട്ടറുകളും ഒരു പെട്രോൾ എഞ്ചിനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു സംരംഭമാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ്. 2487 cc പെട്രോൾ എഞ്ചിനാണ് ഉള്ളത്, 2.5 ലിറ്റർ. അതോടൊപ്പം തന്നെ മുന്നിൽ ഫ്രണ്ട് ആക്സിലിൽ 180 bhp-യുടെ ഒരു ഇലക്ട്രിക് മോട്ടോർ കൊടുത്തിരിക്കുന്നു. അതുപോലെ പിൻഭാഗത്ത് 54, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് 247 bhp ആണ് ടോട്ടൽ പവർ എന്ന് വിളിക്കാവുന്നത്. 242 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് 4300-നും 4500 RPM ഇടയിലാണ് കിട്ടുന്നത്. 6 സ്റ്റെപ്പ് CVT ആണ് കൊടുത്തിരിക്കുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. വളരെ സീംലെസ് ആയിട്ട് ട്രാൻസ്മിഷൻ നമുക്ക് അനുഭവപ്പെടുന്നത് ഒട്ടും തന്നെ അറിയില്ല. ഗിയർ ഷിഫ്റ്റ് CVT-യുടെ ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് പോലും കാര്യമായ രീതിയിൽ നമുക്കിൽ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റിങ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അതിൽ മുന്നിൽ മക്ഫേഴ്സൺ സ്ട്രട്ടും പിൻഭാഗത്ത് ട്രെയിലിംഗ് ആം ടൈപ്പ് ഡബിൾ വിഷ്ബോൺ സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു തകർപ്പൻ സെറ്റപ്പാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ഓടിക്കുമ്പോൾ അനുഭവപ്പെടുന്നതും. ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ആ സോഫ്റ്റ്നെസ് ആണ്, അതാണ് സമ്മതിക്കേണ്ട കാര്യം. അപ്പം മുന്നിൽ ഒരു 180 bhp-യുടെ ഫ്രണ്ട് ആക്സിൽ മോട്ടറും പിൻഭാഗത്ത് 54 bhp-യുടെ റിയർ ആക്സിൽ മോട്ടറും ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമായിട്ട് മാറുന്നത്. അതിൻ്റെ ഒരു റോഡ് ഗ്രിപ്പ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഒരു 2.2 ടണ്ണിൻ്റെ ഒരു വാഹനമാണെങ്കിൽ പോലും റോഡ് ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ അപാരമാണ്. അതാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയുടെ പിന്നിലുള്ള ഒരു രഹസ്യം അതാണെന്ന് പറയാം. അപ്പോൾ അഡാസിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ പ്രീ കൊളീഷൻ സിസ്റ്റം, അതുപോലെ ഡൈനാമിക് റഡാർ, ക്രൂയിസ് കൺട്രോൾ വിത്ത് അഡാസ്, അതുപോലെ തന്നെ ലൈൻ ഡിപ്പാച്ചർ അലേർട്ട്, ലൈൻ ട്രാക്കിംഗ് അസിസ്റ്റ്, ഓട്ടോമാറ്റിക് ഹൈ ബീം, അഡാപ്റ്റീവ് ഹൈ ബീം, അതുപോലെ തന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, വെളിയിൽ വാഹനങ്ങളൊന്നും ഇല്ലാതെ സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള സേഫ് എക്സിറ്റ് അസിസ്റ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉള്ള കാര്യങ്ങളും അതും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അത്തരം കാര്യങ്ങളൊന്നും ഒട്ടും മോശമില്ല. പിന്നെ മുന്നിൽ 2 എയർ ബാഗുകൾ, കർട്ടൻ എയർ ബാഗ്, സ്ലൈഡിംഗ് ഡോറിനൊക്കെ ഉൾപ്പെടെ എയർ ബാഗ് എല്ലാം കൊടുത്ത് അത്തരം കാര്യങ്ങളെല്ലാം പക്ക ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വാഹനം ഓടിക്കുക എന്ന് പറയുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ഓടിക്കുന്നത് ഞാൻ പറയല്ലേ, ഇത് അധികം ഓടിക്കുന്നത് ഡ്രൈവേഴ്സ് ആയിരിക്കും, ഷോഫർ ഡ്രൈവർ ആയിരിക്കും. പിൻഭാഗത്തിരിക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് ലെവൽ. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്കൊന്ന് മുതലാളിയാകാം, പിൻഭാഗത്തൊന്ന് ഇരുന്ന് നോക്കാം. ആ ഒരു അനുഭവം കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിൻഭാഗത്തിരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി സ്റ്റൈലിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വാഹനം. ഞാൻ പറഞ്ഞു അങ്ങേയറ്റം കംഫർട്ടബിളാണ്. അതുപോലെ അങ്ങേയറ്റം പ്രൈവസി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ സൈഡിൽ നമ്മൾ ഈ ഒരു കർട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടേതായ ഒരു ലോകത്താണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ സ്ക്രീനിൽ TV കണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നല്ലൊരു ടേബിളുണ്ട്. സസ്പെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോഡി റോൾ തീരെ ഇല്ല. ഇപ്പോൾ ഇതിന് എയർ സസ്പെൻഷൻ അല്ല കൊടുത്തിരിക്കുന്നത്, പക്ഷേ എയർ സസ്പെൻഷനായ എല്ലാ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. കാരണം വേരിയബിൾ അഡാപ്റ്റീവ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻഷനതായ ഒരു മികവ് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഷോഫർ ഡ്രിവണായിട്ട് ഇതിൻ്റെ പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഓടിച്ചപ്പോഴും അതേ ഒരു ഫീലാണ് കിട്ടിയത്. അതായത് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെതായ ഒരു ഫീല് തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ എന്നെ അമ്പരപ്പിച്ച കാര്യം,
പിന്നെ അതിപ്പോൾ റിയൽ ടൈം മൈലേജ് കാണിക്കുന്നത് 18.8 ആണ്. 18.8 km/ലിറ്റർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള 2.2 ടൺ ഭാരമുള്ള ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അത്രയും മൈലേജ് കിട്ടിയെന്ന് പറയുമ്പോൾ ടൊയോട്ടയുടെ ആ ഒരു ടെക്നോളജി എത്രത്തോളം ഗംഭീരമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും തകർപ്പൻ ഒരു അനുഭവമാണ്. അപ്പം എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. വെളുപ്പിന് ഇറങ്ങിയതാണ്. തന്നെയല്ല നമ്മൾ ഇന്ന് ഇഡ്ഡലി കഴിക്കാനായിട്ട് ലേറ്റ് ആയി, 10 മണിയായി. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ കാലും ഒക്കെ ഒന്ന് നീട്ടി വെച്ച് എൻ്റേതായ ഒരു രീതിയിൽ മുതലാളിയായിട്ട് അല്പനേരം കിടന്ന് ഉറങ്ങി യാത്ര ചെയ്ത് പോകാം. ഡ്രൈവർ പതുക്കെ വണ്ടി ഓടിക്കൂ. മുതലാളി കിടക്കുന്നുണ്ടല്ലേ? മുതലാളി ഒരു പകുതി മുതലാളിയായിട്ട് ഓടിക്കുന്നത്. നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ഹെഡ് ജോയാണ്. എങ്കിലും നമ്മൾ പുറകിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു 3,40,00,000 രൂപ നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കുന്ന അതേ അനുഭവം കിട്ടണമെങ്കിൽ വാങ്ങിക്കേണ്ട ഒരു വാഹനമാണ് ലെക്സസിൻ്റെ LM350H. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 7 സീറ്ററാണ് വേണമെങ്കിൽ 70,00,000 രൂപ കുറച്ച് വാങ്ങിച്ചാൽ മതി. ആ 70,00,000 രൂപയ്ക്ക് മറ്റൊരു വണ്ടി കൂടെ വാങ്ങിച്ച് വീട്ടിലിടാം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തായാലും തകർപ്പൻ ഗംഭീരം രാവിലെ മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമാണ് കിട്ടിയത്. ലെക്സസിന് നന്ദി പറഞ്ഞുകൊണ്ട്